ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. നമ്മളിന്ന് വായിക്കുന്നത് വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 11-ാം അധ്യായം 2-ാം തിരുവചനം. അവൻ അരുളി ചെയ്തു, നിങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിക്കുവിൻ: പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ. പരിശുദ്ധ തൃത്യേക ദൈവത്തിന് സ്തുതി. യേശു വളരെ തീഷ്ണതയോടെ പ്രാർത്ഥിക്കുന്നത് കാണുന്ന തൻ്റെ ശിഷ്യരിൽ ഒരുവൻ യേശുവിൻ്റെ അടുത്ത് ഒരു റിക്വസ്റ്റ് വയ്ക്കുകയാണ്. യോഹന്നാൻ സ്നാപകൻ തൻ്റെ ശിഷ്യരെ പഠിപ്പിച്ചതുപോലെ ഞങ്ങളെയും പ്രാർത്ഥിക്കുവാൻ പഠിപ്പിക്കണമേ എന്ന ആവശ്യം. യോഹന്നാൻ സ്നാപകൻ എങ്ങനെയാണ് തൻ്റെ ശിഷ്യരെ പഠിപ്പിച്ചത് എന്ന് ഒരുപക്ഷെ ആ ശിഷ്യൻ അറിയുമായിരിക്കാം, അല്ലെങ്കിൽ കേട്ടറിവുണ്ടാകാം. എന്നാൽ ഒരു സുവിശേഷത്തിലും നമുക്ക് ആ പ്രാർത്ഥന എങ്ങനെയായിരുന്നു എന്ന് വായിച്ച് മനസ്സിലാക്കുവാനായി കൊടുത്തതായി കാണുന്നില്ല. ഞാനോ കുറയണം, അവനോ വളരണം എന്നാഗ്രഹിച്ച് ജീവിച്ച യോഹന്നാൻ പ്രാർത്ഥിച്ച പ്രാർത്ഥന നമുക്കൊരു ഗോസ്പലിലും കാണുവാൻ സാധിക്കുന്നില്ല. യേശുവിൻ്റെ മഹത്വത്തിനായി യേശു വളരണം എന്നാഗ്രഹിച്ച് ദൈവരാജ്യം സ്ഥാപിക്കുവാനായി വന്ന, യേശുവിൻ്റെ വഴിയൊരുക്കുവാനായി വന്ന യോഹന്നാൻ സ്വയം ചെറുതാക്കി സ്വന്തം മഹത്വം അന്വേഷിക്കാതെ തൻ്റെ ശിഷ്യരെ മാനസാന്തരത്തോടെയുള്ള പ്രാർത്ഥന പഠിപ്പിച്ചുകൊണ്ടിരുന്ന സമയം, സ്വന്തം ഹൃദയം താഴ്മയോടെ ദൈവത്തെങ്കിലേക്ക് തിരിച്ച് പാപസമ്മതത്തോടും വിനയത്തോടും കൂടിയുള്ള പ്രാർത്ഥനയുടെ പ്രാധാന്യം വിശുദ്ധ യോഹന്നാൻ പഠിപ്പിച്ചിട്ടുണ്ടാകാം. കർത്താവിൻ്റെ വഴിയൊരുക്കുവാൻ തൻ്റെ മരണം വരെ പ്രസംഗിച്ച വിശുദ്ധ യോഹന്നാൻ മരുഭൂമിയിൽ ലളിതമായി ജീവിച്ചവൻ. ആഡംബരമോ കപടതയോ ഇല്ലാത്ത സത്യസന്ധമായ ലളിതമായ പ്രാർത്ഥനയായിരിക്കാം ആ യോഹന്നാൻ തൻ്റെ ശിഷ്യരെ പഠിപ്പിച്ചത്. മാനസാന്തരത്തിന് യോജിച്ച ഫലം കായ്പിൻ എന്ന് എപ്പോഴും ആവശ്യപ്പെടുന്ന വിശുദ്ധ യോഹന്നാൻ നീതിയുള്ള നന്മയുള്ള ജീവിതം നയിക്കുവാൻ പ്രാർത്ഥന കൊണ്ട് എങ്ങനെ ഫലങ്ങൾ പുറപ്പെടുവിക്കാം എന്ന് തൻ്റെ ശിഷ്യരെ പഠിപ്പിച്ചിട്ടുണ്ടാകാം. അങ്ങനെ മാനസാന്തരത്തിനായി വിനയത്തോടെ സത്യസന്ധമായി ദൈവരാജ്യത്തിനുള്ള തയ്യാറെടുപ്പിനായി പ്രാർത്ഥിക്കുവാൻ പഠിപ്പിച്ച വിശുദ്ധ യോഹന്നാനെ പോലെ നിൻ്റെ ശിഷ്യരായി തീർന്ന ഞങ്ങളെയും യേശുവേ നീ പഠിപ്പിക്കണമേ എന്ന ആവശ്യം ചെവികൊള്ളുന്ന, നിത്യമായി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന യേശു. ആ യേശു വളരെ ലളിതമായും അന്നത്തെയും ഇന്നത്തെയും തൻ്റെ ശിഷ്യരായ നാം ഓരോരുത്തരെയും പഠിപ്പിക്കുന്ന ആ പ്രാർത്ഥനയുടെ ആദ്യ വരിയാണ് ഇന്ന് നാം വായിച്ചു കേട്ടത്. പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ എന്ന് തുടങ്ങുന്ന ദൈവത്തോടുള്ള നമ്മുടെ ബന്ധം ഊട്ടിയുറപ്പിക്കുന്ന, നമ്മുടെ ജീവിതത്തിൻ്റെ ദിശ എങ്ങനെയായിരിക്കണം എന്ന് എപ്പോഴും നമ്മെ ഓർമ്മപ്പെടുത്തുന്ന കർത്തൃ പ്രാർത്ഥനയുടെ തുടക്കം. പരിശുദ്ധവും മഹത്വമുള്ളതുമായ സ്വർഗസ്ഥ പിതാവാം ദൈവത്തിൻ്റെ നാമം പരിശുദ്ധമാക്കപ്പെടണമേ എന്ന് നാം ഉച്ചരിക്കുന്നതിലൂടെ, നമ്മിലൂടെ, നമ്മുടെ പ്രാർത്ഥനയിലൂടെ, നമ്മുടെ ജീവിതത്തിലൂടെ പരിശുദ്ധമായ ദൈവത്തിൻ്റെ നാമം കൂടുതൽ മഹത്വപ്പെടുവാൻ ഏഴകളായ നമുക്കും അവസരം തരുന്ന പ്രാർത്ഥന. ദൈവരാജ്യം നമ്മുടെ ഹൃദയത്തിലും ലോകം മുഴുവനിലും ഓരോ മനുഷ്യ ഹൃദയങ്ങളിലും വരണം എന്നാഗ്രഹിച്ച് ദൈവത്തിൻ്റെ ആധിപത്യത്തിന് കീഴിൽ നമ്മുടെ പദ്ധതികൾക്ക് പകരം ദൈവത്തിൻ്റെ പദ്ധതികൾ നാം ഓരോരുത്തരിലും എന്നും വ്യാപരിക്കുവാൻ നമുക്ക് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. നല്ലൊരു ദിവസം നേരുന്നു.